നമസ്കാരം. പ്രധാന വാർത്തകൾ. അമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചത് തടഞ്ഞ യുവാവിനെ അയൽവാസി കുത്തി. തിരുവനന്തപുരം പാൽക്കുളങ്ങര സ്വദേശി പ്രദീപിനാണ് കുത്തേറ്റത്. അയൽവാസി വിശാഖിനെ വഞ്ചിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. പ്രദീപിന്റെ അമ്മയുടെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചത് തടഞ്ഞതിനെ തുടർന്നാണ് പ്രദീപിനെ കുത്തിയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പ്രദീപിന്റെ ഭാര്യയും കുഞ്ഞും നോക്കി നിൽക്കെയാണ് ആക്രമിച്ചത്. പ്രദീപിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. വയറ്റിലും കൈകൾക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത്. പൊതുശല്യമാണ് വിശാഖെന്ന് പോലീസും പറയുന്നു. ആലപ്പുഴ ഹരിപ്പാട് സ്കൂൾ വിദ്യാർത്ഥിയുടെ ബാഗിൽ വെടിയുണ്ടകൾ കണ്ടെത്തി. കാർത്തികപ്പള്ളിയിലെ സ്വകാര്യ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ സ്കൂൾ ബാഗിൽ നിന്നാണ് വെടിയുണ്ടകൾ കണ്ടെത്തിയത്. വിദ്യാർത്ഥികൾ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ സ്കൂൾ അധികൃതർ സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥികളുടെ ബാഗ് പരിശോധിച്ചപ്പോഴാണ് വെടിയുണ്ടകൾ ലഭിച്ചത്. കൈത്തോക്കിൽ ഉപയോഗിക്കുന്ന 2 റൗണ്ട് ബുള്ളറ്റുകളാണ് കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് സ്കൂൾ അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. ട്യൂഷന് പോയപ്പോൾ സമീപത്തെ പറമ്പിൽ നിന്ന് വെടിയുണ്ടകൾ കിട്ടിയതാണെന്നാണ് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരിക്കുന്നത്. വെടിയുണ്ടകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. നെടുമ്പാശ്ശേരിയിൽ അമ്മയെ മകൻ അടിച്ചു കൊന്നു. നെടുമ്പാശ്ശേരിയിൽ താമസിക്കുന്ന 75-കാരി അനിതയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മകൻ ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വത്ത് തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്ന് പോലീസ് പറഞ്ഞു. ഞായറാഴ്ചയാണ് അനിതയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകൻ തന്നെയാണ് അമ്മയെ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടത്തിൽ അനിതയുടെ ശരീരത്തിൽ മുറിവുകൾ കണ്ടെത്തുകയായിരുന്നു. അമ്മയും മകനും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വയനാട് പനമരം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ ഇബ്രാഹിം കുട്ടിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളമുണ്ട പോലീസ് ക്വാർട്ടേഴ്സിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം. നീലേശ്വരം ടൗണിൽ കടകളുടെ പൂട്ടുപൊളിച്ച് കവർച്ച നടത്തുന്ന കുട്ടിക്കള്ളൻ പിടിയിൽ. നീലേശ്വരം ടൗണിൽ നിരവധി കടകളിൽ പൂട്ടുപൊളിച്ച് കവർച്ചയും കവർച്ച ശ്രമവും നടത്തിയ കുട്ടിക്കള്ളനെ പോലീസും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി. കല്ലുരാവി സ്വദേശിയായ 17-കാരനാണ് പിടിയിലായത്. പിടിയിലായ പയ്യൻ 5ഓളം കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. 17-കാരന്റെ വീട്ടിൽ മാതാവും സഹോദരങ്ങളുമാണുള്ളത്. രാത്രികാലങ്ങളിൽ മാതാവ് ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്ന തക്കത്തിലാണ് 17-കാരൻ മോഷണത്തിനിറങ്ങുന്നത്. മോഷണം നടത്തി തിരിച്ചു വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്താണ് കുട്ടിക്കള്ളൻ ഇറങ്ങുന്നത്. മാതാവ് തിരിച്ചു വരുമ്പോഴേക്കും 17-കാരൻ വീട്ടിലുണ്ടാവും. രാത്രി ഉറങ്ങാൻ കഴിയാതാകുമ്പോൾ മോഷണത്തിൽ ഇറങ്ങുന്നതാണെന്നാണ് കുട്ടിക്കള്ളൻ പോലീസിനോട് പറഞ്ഞത്. കൊച്ചിയിൽ യുവനടിയുടെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചതായി പരാതി. സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പ്രചരിപ്പിച്ചതാണ് പരാതി. യുവനടിയുടെ പരാതിയിൽ കാക്കനാട് സൈബർ പോലീസ് കേസെടുത്തു. നടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഒരു കൂട്ടം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയാണ് യുവനടി പരാതി നൽകിയത്. AI ഉപയോഗിച്ച് മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതിയിലുള്ളത്. സംഭവത്തിൽ വീഡിയോ പ്രചരിപ്പിച്ച 3 ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നിരീക്ഷിച്ചു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. നടി നൽകിയ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചു വരികയാണെന്നും പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചെന്നും പോലീസ് പറഞ്ഞു.